ഹലോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായി ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു കോളേജിലായിരുന്നപ്പോഴാണ് ഞാൻ അവസാനത്തെ വ്ളോഗ് എടുത്തത്. ഒരാഴ്ച കൊണ്ട് വീട്ടിലൊക്കെ ഉണ്ട്, എന്നിട്ട് ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഓരോന്നൊക്കെ ചെയ്യുമ്പം എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു മൂഡില്ലായിരുന്നു എടുക്കാനായിട്ട്. ഇന്നും പ്രത്യേകിച്ച് മൂഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ എടുക്കണമല്ലോ, എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുക്കണതാണ് ഈ വ്ളോഗ്. ഇന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും. അപ്പം ഡേ ഇൻ മൈ ലൈഫ് എടുത്താൽ കാണിക്കാനും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാൻ ഇപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിനായിട്ട് ഹൊസൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവുകയാണ്. തമിഴ്നാട്, അതായത് ചെന്നൈ ബാംഗ്ലൂർ ബോർഡറിലാണ് ഈ സ്ഥലം വന്നിട്ട്. മോർ ടു ബാംഗ്ലൂരാണ്, അതുകൊണ്ട് ഞാൻ ഈ ബാംഗ്ലൂർ എന്നേ പറയുള്ളൂ. ശരിക്കും ബാംഗ്ലൂർ ചെന്നൈ ബോർഡറാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ഈ ഇൻഡസ്ട്രി, ഫാർമ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പം. എൻ്റെ KSTP വ്ളോഗൊക്കെ കണ്ടവർക്കറിയാം, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ടൈമും. അതുപോലെ എക്സൈറ്റഡാണ് ഈ സമയവും. അപ്പം ഇന്ന് നൈറ്റാണ് പോണത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അതായത് ഡ്രസ്സ് അങ്ങനത്തെ കാര്യമൊന്നും പർച്ചേസ് ചെയ്തില്ല. അവിടെ കൊണ്ടുപോകാൻ, അവിടെ ഒരു PGയിലാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പം അവിടത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വീട്ടിൽ അവിടെ യൂസ് ചെയ്യേണ്ട മഞ്ഞൾപ്പൊടി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇനി എല്ലാം പാക്ക് ചെയ്യണം. അതൊക്കെ ആയിരിക്കും ഇന്നത്തെ പരിപാടി. പിന്നെ ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ബസ്സിലാണ് നമ്മളിന്ന് പോണത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു AC ബസ്സിലൊക്കെ പോണത്. അപ്പം അതിനും ചെറിയ എക്സൈറ്റഡാണ്. പിന്നെ ആദ്യമായിട്ടായതുകൊണ്ട് ചെറിയൊരു ഇതുമുണ്ട്, എങ്ങനെയായിരിക്കും സീറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെ കുറേ ടെൻഷൻ വരുമല്ലോ. അതൊന്നും സീനില്ല, അത്ര വലിയ സീനൊന്നും അല്ല, എന്നാലും ഒരു ചെറിയ ടെൻഷൻ. അപ്പം അവിടെ എത്തണത് വരെ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതായിരിക്കും ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും വെൽക്കം ബാക്ക്. പാക്ക് ചെയ്യാൻ കുറേ ഉണ്ട്, അതുപോലെ കുറേ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാക്ക് ചെയ്യാനുണ്ട്. കാരണം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, നല്ല ചബ്ബി ആയിട്ടുണ്ട് കുറച്ചും കൂടെ. അപ്പോൾ ചില ഡ്രസ്സൊക്കെ ടൈറ്റ് ആയിരിക്കും, അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാത്ത ഡ്രസ്സ് കൊണ്ടുപോകണം. പിന്നെ അമ്മയുടെ കുറേ ഡ്രസ്സ് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. ലൈക്ക് അവിടെ എനിക്ക് തോന്നുന്നു കുർത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഇടേണ്ടത്. മറ്റേ ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടാൽ ചിലപ്പം അലോട്ടഡ് അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് കുറേ കുർത്തി അത് എൻ്റെ കുർത്തി ആയിരിക്കും, അമ്മ എൻ്റെ നിന്ന് കട്ടെടുക്കും, എന്നിട്ട് അമ്മേരെ സൈസിലോട്ടാക്കും. എന്നിട്ടിങ്ങനെ ആവശ്യം വരുമ്പോൾ ഞാൻ അമ്മേരെ ഇത് കട്ടെടുക്കും. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ഒറിജിനലി ചിലപ്പോൾ അത് എൻ്റെ കുർത്തിയായിരിക്കും, പക്ഷെ അമ്മയാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അമ്മേരെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കാനുണ്ട്. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഈ പ്രോസസ്സ് തുടങ്ങാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതിനിടയ്ക്ക് ഞാനേ അവിടെ ചെന്നിട്ട് നമുക്ക് PG കാര്യങ്ങൾ സ്വന്തമായിട്ട് ഫുഡ് കുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓവർനൈറ്റ് ഓട്സ് ആക്കിയാലോ, അത് ഭയങ്കര ഹെൽത്തിയാണ്. ഇങ്ങനെ നല്ല എസ്തെറ്റിക്, എല്ലാത്തിലും ഒരു എസ്തെറ്റിക് വൈബ് കാണൂലേ. ഇങ്ങനത്തെ പിൻട്രസ്റ്റ് ലൈക്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ അങ്ങനത്തെ ഓവർനൈറ്റ് ഓട്സ്, അതുപോലെ വെയിറ്റ് ലോസിന് നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ, എനിക്ക് പാലെന്ന് പറയുന്ന സാധനം ഇഷ്ടേ ഇല്ല. എനിക്കെന്തോ ഒരു എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്കിഷ്ടമില്ല. ലൈക്ക് എനിക്ക് ഐസ്ക്രീം അതിഷ്ടമാണ്, ഷേക്ക് ഇഷ്ടമാണ്, കോൾഡ് കോഫി ഇഷ്ടമുണ്ട്, സാധാ കോഫി ഉണ്ട്, ചായ ഇഷ്ടമുണ്ട്, എല്ലാം ഇഷ്ടമുണ്ട്. പക്ഷെ പാലൊറ്റയ്ക്ക് കുടിക്കണം എനിക്ക് തീരെ ഇഷ്ടമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ ഓവർനൈറ്റ് ഓട്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മിനിഞ്ഞാന്ന് രാത്രി സംഭവമൊക്കെ സെറ്റാക്കി, എന്നിട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ച്, എനിക്കറിഞ്ഞൂടാ. എന്നിട്ട് മിനിഞ്ഞാന്ന് ഇങ്ങനെ രാത്രി എല്ലാം സെറ്റാക്കി വെച്ചിട്ടേ, നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ ഉണരുമല്ലോ, ഇങ്ങനെ ടൂർ പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുന്ന പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണർന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനെ ടെൻഷനായിരുന്നേ, ആ സാധനം കുടിച്ചാൽ കൊള്ളായിരിക്കും, ഇതായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ട് നടന്നത്. എന്നിട്ട് രാവിലെ എത്തി, എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇതൊക്കെയല്ലേ കഴിക്കാൻ പറ്റൂ, ഇതിനൊക്കെ സമയം കാണും. എത്രയൊക്കെ നമ്മൾ അടുക്കളയിൽ കയറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലും അവിടെ ചെല്ലുമ്പോൾ എനിക്കറിഞ്ഞൂടാ ഉണ്ടാക്കുമോ, രാവിലെ എണീക്കുമോ എന്നൊക്കെ. ഞാൻ അങ്ങ് ട്രൈ ചെയ്ത്, ആപ്പിളൊക്കെ ഇട്ടിട്ടാണ് ട്രൈ ചെയ്തത്. എനിക്ക് വേറെ സീനൊന്നുമില്ല, പക്ഷെ എനിക്ക് ആ പാലതിൻ്റെ അകത്തുണ്ടെന്നുള്ളൊരു ഇത് എനിക്ക്
തീരെ പറ്റിയില്ല. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം, ഇവിടെ എവിടെയെങ്കിലും ആ റിയാക്ഷൻ വീഡിയോ ഇട്ട് തരാം. അയ്യോ, വേറെ പ്രശ്നങ്ങളും സീനൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്, ഹണി ഇട്ടിട്ടുണ്ട്, വേറെ ഒരു സീനും ഇല്ല. പക്ഷെ എനിക്ക് അതിൽ പാലുണ്ട് എന്ന് നമുക്കിങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരു തോട്ട്, നമുക്കറിയാമല്ലോ അതിൻ്റെ അകത്ത് പാലുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഓക്കാനമായിരുന്നു. എന്നിട്ട് ഞാൻ ഫുള്ള് കഴിച്ച്. എന്നിട്ട് ഇന്നും ഞാനത് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ചും കൂടെ യൂസ് ടു ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ പുട്ടും കടലയാണ്. അപ്പോൾ ഞാൻ ആ പ്ലാൻ പതുക്കെ ക്യാൻസലാക്കിയിട്ട് ഇന്നും കൂടെ അല്ലേ പുട്ടും കടലയൊക്കെ കഴിക്കാൻ പറ്റും. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ പുട്ടും കടലയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എൻ്റെ ഫേവറേറ്റ് പുട്ടും കടലയാണ്. എന്തിനാണെന്തോ ഇത്ര വാചകം അടിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. വാ, എന്തായാലും നമുക്ക് ഇനി പുട്ടും കടലയൊക്കെ കഴിച്ച് നമുക്ക് ഈ പാക്കിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ പുട്ടും കടലയാണ് ഇഷ്ടം. സോ നമുക്ക് കഴിക്കാം. സോ ഇതാണ് ഞാൻ കൊണ്ടുപോകാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഡ്രസ്സൊക്കെ. വെറും ഒരു മാസത്തേക്കാണ് പോകണമെങ്കിലും ഇത്രയും ഡ്രസ്സാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇത് ഒന്നെല്ലാം ട്രൈ ചെയ്ത് അയൺ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. സോ ഞാൻ ഏകദേശം ഡ്രസ്സൊക്കെ ഇതിൻ്റെ അകത്ത് പാക്ക് ചെയ്ത്, ശരിക്കും ഇത്രയും മതിയായിരിക്കും. ഇനിയുണ്ട്. ഓ മൈ ഗോഡ്, തലവേദന എടുക്കണം ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ. സോ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞ്. ഇനി അമ്മ ചിക്കൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോവാം. വാ, യമ്മി ടേസ്റ്റി. ഗുണമുണ്ട്. ഇല്ല അടിപൊളി. കൊള്ളാമ്മ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉറക്കവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ പോണ ദിവസം ആകുമ്പോഴേക്കും ഒന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങും. അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയണത്, ഞാൻ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ, പിന്നെ ഇനി ഒരു മാസം കഴിഞ്ഞല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബെഡിനെ ഭയങ്കര നമുക്ക് കംഫർട്ട് നമ്മുടെ ബെഡായിരിക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ആ ഒരു ഉറക്കവും കൂടെ ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങി എണീറ്റിട്ട് പിന്നെ ഒരു വലിയൊരു പാക്കിങ് ചെയ്യാനുണ്ടായിരുന്നു. ഈ അടുക്കള സാധനങ്ങൾ, മറ്റേ ഫ്രൈയിങ് പാൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. എനിക്കറിഞ്ഞില്ല, ഞാൻ 2 ബാഗിൽ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇപ്പം 4 ബാഗായിട്ടുണ്ട്. ഇനിയും കൂടാനേ ചാൻസ് ഉള്ളൂ, കുറയാൻ യാതൊരു ചാൻസും ഞാൻ കാണണില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര വെയിറ്റും ഉണ്ട്. എനിക്ക് ഏറ്റവും വേസ്റ്റ് പാർട്ട് ഓഫ് ഈ ട്രാവലിങ്ങോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ബാഗ് എടുത്ത് തൂക്കി പിടിച്ചിങ്ങനെ നടക്കുന്നതാണ്. പാക്ക് ചെയ്യണത് ഒന്നാമത്തെ കാര്യം, പിന്നെ ഈ ബാഗും തൂക്കിയെടുത്ത് നടക്കണത്. ഓക്കെ, അങ്ങനെ പാക്കിങ് ഒരു 98% കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും വിട്ടോ ഒന്നും അറിഞ്ഞൂടാ, എടുക്കാൻ മറന്നിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടാ എന്തൊക്കെയാണെന്ന്. പിന്നെ ഉള്ളത് കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് കാണിച്ചു തരാം. ബാഗ് 2, 3, 4. ഓ മൈ ഗോഡ്. സോ നമുക്ക് കഴിക്കാനുള്ളത് പുട്ടും മീനുമാണ്. പെട്ടെന്ന് കഴിക്കട്ടെ, സമയമായി. ഇത് മതിയാ, സുന്ദരിയായിട്ടുണ്ട്. രാവിലെ എത്ര മണിക്ക് എത്തും? രാവിലെ 8, രാവിലെ 8:05 ആകുമ്പോൾ എത്തും. അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് പർച്ചേസും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. വേറൊന്നുമില്ല, സ്റ്റുഡിയോയിൽ പോയിട്ടൊരു പെട്ടെന്നൊരു ടോപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി ടോപ്പൊക്കെ സെലക്ട് ചെയ്തൊരു 15 മിനിറ്റിനുള്ളിൽ ബില്ലിടാൻ നോക്കിയപ്പോൾ ഒരു ലോങ് ക്യൂ. പിന്നെ
അതും അവിടെ ഇട്ടിട്ട് തിരിച്ചിറങ്ങി വന്നു. പിന്നെ ഇന്നത്തെ ബെസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാക്കാനായിട്ട് ഡാഡിയും കൂടെ വരണുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു 100 ടൈംസ് ഹാപ്പിയായി, എന്തൊന്നില്ലാത്തൊരു സന്തോഷം. എന്നിട്ട് നമ്മളിത് ആ ചായ കുടിക്കാനായിട്ട് ബസ് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ചായയൊക്കെ കുടിച്ച്, ഞാൻ കട്ടനാണ് കുടിക്കണത്. എനിക്കിങ്ങനെ യാത്രയൊക്കെ ചെയ്യണ സമയം ഇങ്ങനെ പാല് വെച്ചിട്ടുള്ള സാധനമൊന്നും കുടിക്കാൻ ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ കട്ടനാണ് ഓർഡർ ചെയ്തത്. മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ നമ്മുടെ ബസ് അപ്പം തന്നെ പെട്ടെന്ന് എത്തി. അങ്ങനെ പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞ് പെട്ടെന്ന് കയറണം, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. പ്രോപ്പറായിട്ട് പോണ് ടാറ്റ ബൈ ബൈ ഒന്നും പറയാൻ പറ്റിയില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ഇതാ ബസ്സിൽ കയറി, അങ്ങനെ ബസ് എടുത്തു. ഇതറിഞ്ഞിരുന്നെങ്കിൽ ട്രെയിൻ യാത്രയൊക്കെ എത്ര ഒഴിവാക്കായിരുന്നു. പക്ഷെ നല്ല പൈസയുണ്ട്, പക്ഷെ അടിപൊളി. അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന ആൾ വന്നിട്ടില്ല, അടുത്ത് കിടക്കുന്ന ആൾ വന്നിട്ടില്ല. ഞാൻ വിൻഡോ സീറ്റാണ്. അങ്ങനെ അപ്പം പറഞ്ഞ ആ ഒരു വൈബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തീരെ പറ്റൂല ബസ്സെന്ന്. കാരണം ഇത് ഭയങ്കര ഇങ്ങനെ ചാടിച്ചാടിയാണ് ഇരിക്കണത്, തീരെ ഉറങ്ങാനും പറ്റൂല. അങ്ങനെയായിരുന്നു ബസ് യാത്ര. ഇതിനെക്കാട്ടി ട്രെയിനാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. അങ്ങനെയായിരുന്നു ഒരു ബസ് ജേണി വന്നിട്ട്. എന്നിട്ട് പിന്നെ കുറച്ച് കോമഡിയൊക്കെ നടന്നായിരുന്നു കേട്ടോ, അതൊന്നും ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. അതിനുശേഷം ഹൊസൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവിടെ നല്ല ഭംഗിയായിരുന്നു, ഇങ്ങനെ കുറേ പൂക്കളും ചെടിയല്ല പൂക്കളൊക്കെ ഇങ്ങനെ വിൽക്കണ ഒരു മാർക്കറ്റായിരുന്നു. അതിനുശേഷം ഓട്ടോ പിടിച്ചു. ഇവിടെ ഓട്ടോയ്ക്കൊക്കെ നല്ല റേറ്റാണ്. 150 2 കിലോമീറ്ററിന് 150 ഒക്കെ വാങ്ങിയായിരുന്നു. അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല, പിന്നെ ഓട്ടോ പിടിച്ചു. ഇതായിരുന്നു എൻ്റെ അവസാനത്തെ കോലം. ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു, അതാണ് തീരെ താങ്ങാൻ പറ്റാത്തത്. അങ്ങനെ എങ്ങനെയൊക്കെയോ നേരെ നമ്മൾ PG എത്തി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ബാക്കി ഹൊസൂർ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.